നമുക്ക് ഇന്ന് നല്ലൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഏറ്റവും ആദ്യം കാണിക്കാം ഈ പ്രോൺസ് എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടതെന്ന്. പ്രോൺസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഞരമ്പുണ്ട്. അതിങ്ങനെ നമ്മൾ നടുക്കൂടെ ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഞരമ്പ് നമ്മൾ ഇത് മാറ്റി കളയണം. അങ്ങനെ എല്ലാ പ്രോൺസും നമ്മൾ ഇതിൻ്റെ ഞരമ്പ് മാറ്റി ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അല്ലെങ്കിൽ ഈ ഞരമ്പ് കിടന്നാൽ വയറ്റ് വേദന എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇതിന് എല്ലാ പ്രോൺസിനും ഇങ്ങനെ ഒരു ഞരമ്പ് കാണും. അത് നമ്മളിങ്ങനെ നല്ലതുപോലെ മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുത്ത് ഇത് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ബാക്കി മസാലകൾ ഞാൻ ഇത് കാണിക്കാം. നമുക്ക് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രോൺസ് ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഞരമ്പ് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 1.5 കിലോ പ്രോൺസ് പൊളിച്ചെടുത്തതാണ്. അതൊരു 3/4 കിലോയോളം കാണും. അതിനുവേണ്ടി നമുക്ക് ഇത് ബിരിയാണി ആയതുകൊണ്ട് ഞാൻ 2 വലിയ സബോള ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഗ്രേവി കിട്ടാൻ വേണ്ടി. 2 ചെറിയ തക്കാളി ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനു വേണ്ടി മസാലകൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 ചെറിയ സ്പൂൺ മുളക് പൊടി, 1/4 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 20 വെളുത്തുള്ളിയും വലിയ 2 കഷ്ണം ഇഞ്ചിയും ഞാൻ ചതച്ചതായത്. പിന്നെ ഒരു വലിയ കുടംപുളി ഞാൻ ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, ഒരു ചെറിയ സ്പൂണ് ഗരം മസാല. പിന്നെ നമുക്ക് അതിനെ ഇടാൻ വേണ്ടി മല്ലിപ്പൊടി മല്ലിയില അരിഞ്ഞു വെച്ചതായത്. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് റൈസ് ബസുമതി അരി പറ്റിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രോൺസ് ഉണ്ടാക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. 3 വലിയ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്ക് ആയതുകൊണ്ട് ഇച്ചിരി ഓയിലി ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഉള്ളി ഇടാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം. അത് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുമ്പോഴത്തേനും നമുക്ക് മസാല ചേർക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, അതിൻ്റെ കൂടെ ഈ മല്ലിപ്പൊടി, 1/4 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കാം. നമ്മൾ ഈ തക്കാളി മിക്സിക്കകത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. 2 തക്കാളി ഞാൻ മിക്സിക്കകത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ടൊമാറ്റോ ഒന്ന് വേവുന്ന വരെ നമുക്കൊരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ബാക്കി പൊടികളും കൂടെ ചേർക്കാം. ഇത് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ 1/4 ടീസ്പൂണും കുരുമുളക് പൊടിയാണ്. ഈ കുരുമുളക് പൊടി ചേർക്കാം. പ്രോൺസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാകും. ഇതിൻ്റെ ഗരം മസാലയും കൂടി ഇടാം. നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കണം. ആ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്രോൺസ് ഇടാൻ. ഞാൻ ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുകയാണ്. ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുടംപുളി ഇതിൻ്റെ കൂടെ ചേർക്കാം. നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. പ്രോൺസ് എപ്പോഴും ഓവർ കുക്ക് ആവാതിരിക്കുന്നതാണ് നല്ലത്. അതിനുവേണ്ടി ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി നോക്കണം. ചില പ്രോൺസ് നല്ല വേവുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി നമ്മൾ വെക്കേണ്ടി വരും. ഒരു 10 മിനിറ്റും കൊണ്ട് ഏതായാലും നമ്മുടെ പ്രോൺസ് റെഡിയായി കിട്ടും. നമുക്കൊരു ലിഡ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് വെക്കാം. നമ്മുടെ പ്രോൺസ് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് ആദ്യം താഴെ കുറച്ച് റൈസ് നിരത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോൺസ് പിന്നെ അതിൻ്റെ മുകളിൽ ഒന്ന് ലെയറായിട്ട് വെക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് റൈസ് കൂടി ഇടാം.
നമ്മൾ പ്രോൺസ് ആയതുകൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കുറച്ച് റൈസും കുറച്ച് പ്രോൺസും ഇടയ്ക്കിടയ്ക്ക് മിക്സാക്കിയാണ് ഇടുന്നത്. അപ്പോൾ എല്ലാ ചോറയിലും നമ്മുടെ മസാല നല്ലതുപോലെ പിടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് ഗ്യാസിൽ ഒന്നും കൂടി നമ്മൾ ഈ ബിരിയാണി പോട്ട് വെച്ച് ചൂടാക്കി എടുക്കണം. ഇനി ഞാൻ ഗ്യാസിലോട്ട് ഒരു ലിഡ് വെച്ച് 5 മിനിറ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. നമ്മുടെ ബിരിയാണി ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത്തിരി ഉള്ളി ഫ്രൈ ചെയ്ത് അതും ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് ഇത് ഗാർണിഷ് ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.